ഹായ്, നമ്മൾ ഇന്നലെ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത് ഉണ്ടാക്കുന്ന സമയത്ത് പൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പൊന്നു വെച്ച് ഇൻട്രോ എടുക്കണമെന്നായിരുന്നു. പൊന്നു തങ്കു, എങ്ങനെയുണ്ടായിരുന്നു കുക്കർ ബിരിയാണി? അടിപൊളിയായിരുന്നു. ചൂടായ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ എണ്ണയും ഒഴിക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കാഷ്നട്ട് വറുത്തെടുക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായി മൂപ്പിക്കാം. അതിലേക്ക് സവോള പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റി ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കതിലേക്ക് തക്കാളിയും ആവശ്യത്തിന് മല്ലിയില ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവയും അതേപോലെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസും എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി വഴറ്റി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. പൊടികളും നാരങ്ങാനീരും ചേർത്താണ് നമ്മൾ ഈ ചിക്കനിൽ പുരട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയും അതിന് ഈക്വലായിട്ട് 2 ഗ്ലാസ് വെള്ളവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കണം. ഉപ്പ് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് നമ്മൾ ഒരു പൊടി മുന്നിൽ വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കാം. അതിനുശേഷം വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറക്കുമ്പോൾ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.